ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്യാപ്സിക്കം വെച്ച് നല്ലൊരു ഗ്രേവിയായിട്ട് നല്ലൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ചപ്പാത്തിക്കും നാനിനൊക്കെ കൂട്ടാൻ വേണ്ടി നല്ലൊരു കറിയാണ് ഇത്. അപ്പം ഞാനൊരു വലിയ 2 ക്യാപ്സിക്കമാണ് ഇത്. ചെറുതാണെങ്കിൽ ഒരെണ്ണം 3 എടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കറിക്കുള്ളതാവുള്ളൂ. അപ്പോൾ അത് ഞാൻ ഈ മുഴുപ്പിലൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ മുഴുപ്പിൽ തന്നെ ഞാനൊരു 2 സവോള അതും ഒന്നിങ്ങനെ ഇതുണ്ട്, തീരെ പൊടിയാക്കി അരിയല്ലേ, കുറച്ചൊരു മുഴുപ്പിൽ അരിയണം. ഇത് രണ്ടും കൂടി നമുക്ക് ആദ്യം ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. പിന്നെ ഞാനൊരു വലിയ സവോള തീരെ പൊടിയായിട്ടും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളിയാണ്, ചെറിയ തക്കാളിയാണ്, അതുകൊണ്ട് ഞാൻ 2 അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 സ്പൂൺ കടലമാവ് വേണം. പിന്നെ അതിന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ നല്ലതുപോലെ ചതച്ചൊരു 2 സ്പൂണുണ്ട്, അതും ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി ജീരകം വേണം എണ്ണയ്ക്കകത്ത് മൂപ്പിക്കാൻ. ഒരു 2 സ്പൂണ് തൈര് വേണം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി നമുക്ക് ചേർക്കാൻ പറ്റും. പിന്നെ അതിന് വേണ്ടി മസാലയായിട്ട് നമ്മൾ ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടിയാണിത്. പിന്നെ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി വേണ്ട. പിന്നെ ചെറിയ സ്പൂണും 1/2 സ്പൂണ് മഞ്ഞൾ, ഒരു 1/4 സ്പൂണ് ഗരം മസാല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കടായി ചൂടാക്കി 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ക്യാപ്സിക്കം സവോളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ഫ്രൈ ആവണ്ട, രണ്ടും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ചെറിയതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ നമുക്കിതെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വഴറ്റാം. ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്കിതൊന്ന് വഴന്ന് കിട്ടും. നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ക്യാപ്സിക്കം സവോളയൊക്കെ ഇതുണ്ടോ ഒരുവിധം വഴഞ്ഞിട്ടുണ്ട്. ഈ സമയമാകുമ്പം നമുക്ക് എടുക്കാം. ഒരുപാട് ബ്രൗൺ ആയി പോകണ്ട. പിന്നെ നമുക്ക് ഗ്രേവിയിലിട്ടിട്ട് ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് മൂടി വേവിപ്പിക്കാനുള്ളതാണ്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പം നമ്മൾ ആ ക്യാപ്സിക്കം ഉള്ളിയൊക്കെ വഴറ്റിയതിനകത്ത് എണ്ണ കുറവായിരുന്നു. അപ്പം നമുക്ക് 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കണം. അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു ചെറിയ സ്പൂണ് ജീരകം കൂടി ഇടാം. ചെറിയ സ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയാണ്, അതാണ് ചേർക്കാൻ പോകുന്നത്. വലിയതായിട്ട് അരിഞ്ഞ സവോള നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുവാണ്. നമ്മുടെ കടുകും ജീരകമൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് സവോള ചേർക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചതച്ച് വെച്ചിരിക്കുന്നത് അതും കൂടിയും ചേർക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴന്നു വരുന്നവരെ നമുക്ക് ഇളക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കടലമാവ് ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴലുന്ന വരെ വെക്കാം നമുക്ക്. അപ്പോൾ ഉള്ളിയൊക്കെ ഇതുകൊണ്ട് ഈ കണക്കായാൽ മതി. ബ്രൗൺ ആവുന്നതിന് മുമ്പിൽ നമ്മൾ ഈ കടലമാവ് എടുത്ത് വെച്ചിരിക്കുന്നത് 2 സ്പൂണ് കടലമാവാണ്. അത് ചേർത്ത് നല്ലതുപോലെ മൂപ്പിക്കണം. കടലമാവിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഇളക്കണം. നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ മൂപ്പിക്കാം. കടലമാവൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്തിട്ടുണ്ട് കണ്ടോ. മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. കടലമാവ് ഒട്ടും പച്ച ഇരിക്കല്ല, നല്ലതുപോലെ മൂക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മസാലയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ തക്കാളി അടിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ മിക്സിക്കകത്തൊന്ന് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഗ്രേവി നല്ല തിക്കാകാൻ വേണ്ടിയാണ് നമ്മളിപ്പം തക്കാളി ഒന്ന് അടിച്ച് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. അപ്പം മസാലയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി അടിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 സ്പൂണ് തൈരുണ്ട്, അതും കൂടിയും ചേർക്കാം. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഇതുകൊണ്ട് തൈരും തക്കാളിയൊക്കെ നല്ലതുപോലെ ഇളകി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് നമ്മൾ കടലമാവ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഗ്രേവി കുറുകി പോകും. അപ്പോൾ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ നമുക്ക് ക്യാപ്സിക്കം സവോളയൊക്കെ ഒന്ന് വഴറ്റി വെച്ചിരിക്കുന്നതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് നമുക്കൊരു ലിഡ് വെച്ചൊന്ന് മൂടി വെക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
ആദ്യം നമ്മൾ ക്യാപ്സിക്കം ഒക്കെ വഴറ്റാൻ സമയത്ത് ഉപ്പിട്ടതായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇത്തിരി ഉപ്പും കൂടിയും വേണ്ടി വരും. അപ്പോൾ ഇതുകൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം. നമ്മൾ ഈ കടലമാവൊക്കെ ഇട്ടത് കൊണ്ട് താഴെ ഒന്നും ഒട്ടിപ്പോകാതെ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊരു ലിഡ് വെച്ച് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വേവിപ്പിക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം കണ്ടോ നമ്മുടെ കറിയൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഗ്രേവിയൊക്കെ കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തൊരു ഇത്തിരി മല്ലിയിലയും കൂടെ ഇടാം. ഞാനിതിനും ഗ്യാസ് ഓഫാക്കി നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ക്യാപ്സിക്കം കറി നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഇത്തിരി മല്ലിയിലയും കൂടി മേളിലൊന്ന് ഗാർണിഷ് ചെയ്യാനിടാം. കാണുമ്പോൾ നല്ലൊരു ഭംഗി വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് കമൻറ്റൊക്കെ അറിയിക്കണം. നമുക്കതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കിട്ടിയാലാണെങ്കിൽ പിന്നെ നമുക്ക് എന്നാ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ പിന്നെയും വരാം.